മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു അപകടത്തിന്റെ വാർത്തയിലാണ് ഇന്ന് ഈ പ്രഭാതം നമ്മൾ തുടങ്ങുന്നത്. അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരമാണ്. ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വാഹനാപകടത്തിന്റെ വാർത്തയാണ്. എപ്പോഴായിരുന്നു ഈ അപകടം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പുലർച്ചയോടുകൂടിയായിരുന്നു അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം സംഭവിച്ചത്. എന്തായാലും അപകടത്തിൽ 4 പേർക്ക് പരിക്കുണ്ട്. പന്തളം സ്വദേശിയായ സുബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവർക്കാണ് പരിക്ക്. ഇതിൽ വിഷ്ണു, ആദർശ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ലോറി രാവിലെ കാറുമായി കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടിയുടെ ആഘാതത്തിൽ ഈ ലോറി മറഞ്ഞു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കില്ല. ഈ അമിത വേഗത്തിൽ ദിശ തെറ്റി എത്തിയ കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ആളുകളെ ആശുപത്രിയിലേക്കും മറ്റും മാറ്റിയത്. മറ്റ് നടപടികൾ തുടർന്നു. എന്തായാലും ഈ അപകട കാരണം സംബന്ധിച്ച് പോലീസ് ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നിലയാണ് നിലവിൽ ഗുരുതരമായി തുടരുന്ന സാഹചര്യമുള്ളത്. ക്രിസ്റ്റീന. ശരി, എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയെ ഇരുട്ടുകാലത്ത് ഉത്തരവ് ലംഘിച്ച് സിപ്പ് ലൈൻ പ്രവർത്തിപ്പിച്ചതിൽ ഹൈറേഞ്ച് സിപ്പ് ലൈൻ പ്രോജക്ടിനെതിരെ കേസെടുത്തു പോലീസ്. അടിമാലി പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു, അത് ലംഘിച്ച് വീണ്ടും അത് സിപ്പ് ലൈൻ പ്രവർത്തിച്ചു എന്ന രീതിയിലല്ലേ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്? കൃഷിന് അങ്ങനെ തന്നെയാണ്. ഉത്തരവ് ലംഘിച്ചതിനും ഉത്തരവ് ലംഘിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് ഹൈറേഞ്ചിൽ സിപ്പ് ലൈൻ പ്രൊജക്ടിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ നടത്തിപ്പുകാരൻ MM മണി MLA സഹോദരൻ MM ലംബോദരനാണ്. ഇദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റ് ഇതിന്റെ നടത്തിപ്പുകാർക്കെതിരെയുമാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് കളക്ടർ ഈ കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിനോദ സഞ്ചാര മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സാഹസിക വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഉത്തരവാണ് ഈ ഹൈറേഞ്ച് സിപ്പ് ലൈൻ ലംഘിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപകടകരമായ രീതിയിൽ സിപ്പ് ലൈൻ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 24 കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇടപെടുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിമാലി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച. മലപ്പുറത്ത് ദേശീയപാതയിൽ ഉണ്ടായ തകർച്ച സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാകും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇത് ഈ മലപ്പുറത്തെ ദേശീയപാത പ്രശ്നങ്ങൾ, അത് പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞതും പ്രത്യേകിച്ച് ആ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. അത് NHAയുടെ ആളുകൾ വന്നിട്ട് അത് സന്ദർശിക്കാതെ പോയതിൽ സംസ്ഥാനത്തിന് എതിർപ്പുണ്ട്. അത് അക്കാര്യം അറിയിക്കുമോ മുഖ്യമന്ത്രിയുമായുള്ള ഈ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ? ഒപ്പം തന്നെ ആരെല്ലാം ഈ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും? വെരി ഗുഡ് മോർണിംഗ് സ്മിത. ഈ ദേശീയപാത മലപ്പുറത്ത് തകർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് കർശനമായ നടപടികൾ ഈ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് NHAയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം തന്നെ ഈ കരാർ കമ്പനിക്കെതിരെയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉണ്ടാകുക. ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ ഒരു ആവശ്യം ദേശീയപാത 66ൻ്റെ നിർമ്മാണം അത് ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കണം എന്ന ഒരു ആവശ്യം സംസ്ഥാനത്തിന് ഉണ്ട്. ഇക്കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. സമയബന്ധിതമായി തന്നെ ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ ഈ ദേശീയപാത തകർച്ചയുണ്ടായ സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ
ഇത്തരത്തിലുള്ള നടപടികൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ എടുക്കണം എന്ന ഒരു നിർദ്ദേശം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഈ നിർദ്ദേശവും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കും. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പുതിയ പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഇന്ന് നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി എ ജയതിലക്, കൂടാതെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ അംഗം മുറുകി. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ പോരാട്ടം അങ്ങനെ മുറുകുകയാണ്. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ്. ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പര്യടനം. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. വിവരങ്ങളുമായി വിപിൻ C വിജയനും ഷഹദ് റഹ്മാനും ചേരുകയാണ്. ആദ്യം വിപിൻ C വിജയനിലേക്കാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് ഒരു പൊതുവായ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും വീടാന്തരം കയറിയുള്ള പ്രവർത്തനത്തിനു കൂടി LDF പ്രാമുഖ്യം നൽകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞതുപോലെ M സ്വരാജ് പല വീടുകളിലും എത്തി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയുമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം കൂടിയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് LDF? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. പറഞ്ഞതുപോലെ ഈ LDFന്റെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം അവർക്കിറക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകൾ പരമാവധി വോട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇന്നലെ പൊത്തുകൽ പഞ്ചായത്തിലായിരുന്നു, ഇന്നിപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലാണ്. ഒപ്പം തന്നെ ഈ കൺവെൻഷനുകളിലേക്ക് സംസ്ഥാന നേതാക്കളെ കൂടി എത്തിക്കുന്നുണ്ട്. വികസനം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, 9 വർഷത്തെ സർക്കാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. കാരണം ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ അതൊക്കെ അവഗണിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ടയായി തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പരമാവധി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം അത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. PV അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി, ഒരു വഞ്ചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വഞ്ചന എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് താൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അത് ഇന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 9 മണിക്കാണ്. ഒപ്പം PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ആ പത്രിക തള്ളിയിട്ടുണ്ട്. സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുക. അത് PV അൻവർ ബോധപൂർവം തൃണമൂൽ കോൺഗ്രസിൻ്റെത് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയെന്നുള്ള ആരോപണങ്ങൾ എതിരാളികൾ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കും അപ്പോൾ ഒരു മറുപടി ഉണ്ടാവും. ഇപ്പോൾ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ചില സ്വകാര്യ സന്ദർശനങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ അൻവർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രചാരണത്തിലേക്ക് കടന്നിട്ടില്ല. കൺവെൻഷനുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ദേശീയ നേതൃത്വം കൂടി അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വോട്ടുറപ്പിക്കൽ. BJPയെ സംബന്ധിച്ചും നാളെയാണ് അവരുടെ കൺവെൻഷൻ. സുരേഷ് ഗോപി തന്നെയാണ് കൺവെൻഷന് വേണ്ടി നിലമ്പൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, സ്മിത. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, ഈ LDF ആയാലും UDF ആയാലും നമ്മൾ കാണുന്നത് പണ്ടൊക്കെ ഈ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെ കൊണ്ടുവരുന്ന ഒരു കാലം. പക്ഷെ ഇപ്പോൾ യുവനിരയെ മുന്നോട്ട് വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നതും വോട്ട് ചോദിക്കുന്നതും എല്ലാം തന്നെ. അതുമാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം അതുകൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു പോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും PC വിഷ്ണുനാഥും അതുപോലെ ഷാഫി പറമ്പിൽ ആ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ യുവനിര അവരുടെ ഒരു ഊർജം കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണോ അവരുടെ പ്രചാരണങ്ങൾ?
തീർച്ചയായും അതെ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതായത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് യുവാക്കളെ കളത്തിലിറക്കി പരമാവധി യുവാക്കളുടെ വോട്ട് തേടുക എന്ന ലക്ഷ്യമാണ് UDF മുന്നിൽ കാണുന്നത്. കാരണം അല്പം മുമ്പ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ PK ഫിറോസും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെയാണ് ഈ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്മിത സൂചിപ്പിച്ച ആ ദൃശ്യങ്ങൾ ഇന്നലെയായിരുന്നു. ഇന്നലെ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിൽ ഷാഫി പറമ്പിൽ വാഹനം ഓടിക്കുന്നു, ബാക്കിയുള്ള യുവ നേതാക്കളൊക്കെ യുവ MLA-മാരൊക്കെ തന്നെ വാഹനത്തിലിരുന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. അത് സമാനമാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് UDF കൊണ്ടുപോകുന്നത്. കാരണം യുവ നേതാക്കളുടെ ഒരു സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിൽ പ്രചാരണ വേളയിൽ രംഗത്തിറങ്ങുന്നതും അതോടൊപ്പം തന്നെ ഈ വോട്ട് പിടിക്കാനും ഒക്കെ തന്നെയായിട്ട് കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പര്യടനം ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം, പഞ്ചായത്ത് തല പര്യടനത്തിൻ്റെ. ഇന്ന് അമരമ്പലത്തും അതുപോലെ തന്നെ ചുങ്കത്തറ എന്ന് പറയുന്ന 2 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പര്യടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി ഇന്നത്തെ പര്യടനം ആരംഭിക്കും. തുടർന്ന് രാത്രി 9 മണിയായിരിക്കും പര്യടനം അവസാനിക്കുക എന്നുള്ളതാണ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഷെഡ്യൂൾ. അപ്പം ആ രീതിയിലാണ് കോൺഗ്രസ് ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ ചിട്ടയോട് കൂടിയിട്ടാണ് അവരുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഒരേ സ്വരമാണ്, എല്ലാവരും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രവുമല്ല ഈ യുവ നേതാക്കളൊക്കെ തന്നെ ഫുൾ സമയം, അത് മുഴുവൻ സമയവും ഇവിടെ മണ്ഡലത്തിൽ സജീവമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പരിപാടികളും കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ അതായത് അണിയറയിൽ ഏതെല്ലാം തരത്തിലുള്ള കരുനീക്കങ്ങൾ നടത്തണമോ അത്തരം കരുനീക്കങ്ങളൊക്കെ മുതിർന്ന നേതാക്കളും, എന്നാൽ കളത്തിലിറങ്ങി കളിക്കുന്ന യുവ നേതാക്കളുമാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. മുൻ വർഷങ്ങളെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇവരെല്ലാവരും വെച്ചു പുലർത്തുന്നത്. വിപിൻ സി വിജയനും ഷഹദ് റഹ്മാനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ നിന്നും തുടരും. മധുരയിൽ ചേർന്ന 24-ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗമാണിത്. പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തീരുമാനിക്കുക, പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചുമതലകൾ നിശ്ചയിക്കുക, ഇവയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പ്രായപരിധി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പദവി ഒഴിഞ്ഞ മുതിർന്ന നേതാക്കൾക്കുള്ള ചുമതലകൾ സംബന്ധിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. CITU ദേശീയ സെക്രട്ടറി R. സിന്ധുവിന്റെ പേര് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ വിലയിരുത്തലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. ഈ തരംഗത്തിലെ ഇതുവരെയുള്ള കോവിഡ് കേസുകൾ 4000 കടന്നു. 37 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലത്തെ കണക്കുകളിൽ കേരളത്തിലെ കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായി. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലും കർണാടകയിലുമാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ മന്ത്രാലയം. കൂടുതൽ വാർത്തകളിലേക്കാണ്. കോഴിക്കോട് കൈതപ്പൊയിലിൽ നിർത്തിയിട്ട ജീപ്പ് മോഷ്ടിച്ചു കടത്തവേ വാഹനങ്ങളിൽ ഇടിച്ച അപകടം. ഇതോടെ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മലപ്പുറം സ്വദേശി മുനീബാണ് പിടിയിലായത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒരു പ്രതികരണവും. കൈതപ്പൊയിൽ ഡ്രസ്സ് എടുക്കാൻ വണ്ടി സൈഡാക്കി നിർത്തിയായിരുന്നു. അപ്പോൾ വണ്ടിയിൽ ചാവി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്ത് പോയതാണ്. വണ്ടിയിലായാലും എല്ലാവരും ഷോപ്പിലായിരുന്നു. ഷോപ്പ് റോഡ് സൈഡിൽ അടുത്തടുത്ത് തന്നെ ഷോപ്പായിരുന്നു. കൈതപ്പൊയിൽ അങ്ങാടി തന്നെ. ഇവന് വണ്ടി ഞാൻ എൻ്റെ ചെറിയ മോൻ കണ്ടു വണ്ടി പോകുന്നത്. അപ്പോൾ അഭിജയ വണ്ടി പോകുന്നു പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ഈങ്ങാപ്പുഴയ്ക്ക് സെൻഫിയർ എന്ന് എൻ്റെ സുഹൃത്തിനെ വിളിച്ചായിരുന്നു. അവിടുന്ന് ഇവരെ തട്ടിക്കാൻ നോക്കി അവൻ എടുത്ത് വിട്ടു. പിന്നെ പോകുന്ന ബൈക്കൊക്കെ തട്ടിപ്പോയി വണ്ടി ഒന്നാരും പൊളിഞ്ഞിരിക്കുന്നു. സമീർ സി മുഹമ്മദാണ് ചേർന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഈ മോഷ്ടാവ് സ്വയം കുടുങ്ങിയല്ലേ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റിന. തീർച്ചയായും മോഷ്ടാവ് അങ്ങനെ വാഹനങ്ങൾ ഇടിച്ച് പെട്ടുപോയതോടുകൂടിയാണ് കുടുങ്ങിപ്പോയത്. രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കൈതപ്പൊയിലിൽ നിന്ന് ഈ വാഹനവുമായി യുവാവ് കടന്നു കളയുകയായിരുന്നു. മലപ്പുറം സ്വദേശി വ്യക്തി വയനാട്ടിൽ നിന്ന് എത്തിയതാണ്. അങ്ങനെയാണ് അടിവാരം സ്വദേശിയുള്ള സൗഫീഖിൻ്റെ വാഹനം മോഷ്ടിച്ച് കടന്നത്. സൗഫീഖും കുടുംബവും സമീപത്തുള്ള തുണിക്കടയിൽ വസ്ത്രങ്ങൾ എടുക്കുകയായിരുന്നു. അതിനിടയിൽ സൗഫീഖ് ഫോൺ ചെയ്തതിന് വേണ്ടിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ പുറത്തിറങ്ങിക്കൊണ്ട് ഫോൺ ചെയ്ത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. വാഹനത്തിൽ നിന്ന് താക്കോൽ എടുത്തില്ല. ആ വേളയിലാണ് മലപ്പുറം സ്വദേശിയുള്ള മുനീബ് ഈ വാഹനവുമായി കടന്നു കളഞ്ഞത്.
വാഹനവുമായി കടന്നു കളഞ്ഞത് ഈ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അക്കാര്യം സൗഫിക്ക് ഈങ്ങാപ്പുഴയിലും അതുപോലെ തന്നെ താമരശ്ശേരിയുമുള്ള സുഹൃത്തുക്കളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടിടങ്ങളിൽ നിന്നും വാഹനം പിടികൂടാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ വിവിധ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് വാഹനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. 2 സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു. പിന്നീടാണ് വാഹനം കൊടുവള്ളിയിലേക്ക് എത്തിയത്. കൊടുവള്ളിയിലെത്തിയപ്പോൾ ഒരു കാറിനാണ് ഇടിച്ചത്. അതിനുശേഷം പിന്നീട് വാഹനവുമായിട്ട് കടന്നു കളയാൻ കഴിഞ്ഞില്ല. ആ വേളയിൽ നാട്ടുകാർ എല്ലാം തന്നെ വളയുകയും പിന്നീട് ഈ പ്രതിയെ പിടികൂടിക്കൊണ്ട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഇടങ്ങളിലും കേസുണ്ട്. താമരശ്ശേരിയിൽ നിന്ന് ഈ ജീപ്പ് മോഷ്ടിച്ച കേസും അതുപോലെ തന്നെ 2 സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണുള്ളത്. കൂടാതെ കാറിലെ യാത്രക്കാർക്ക് പരിക്കേൽപ്പിച്ചതും അതുപോലെ തന്നെ വാഹനത്തിന് കേടുപാട് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മുനീബ് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ എന്തായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്റ്റേഷനുകളായിക്കൊണ്ട് ആണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയതിനെതിരായ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്നലെ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പരിഗണിച്ചില്ല. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വിസിമാരെ നിയമിക്കണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഗവർണറുടെ മറുപടി വാദമായിരിക്കും ഡിവിഷൻ ബെഞ്ച് ഇന്ന് കേൾക്കുക. 2 സർവകലാശാലകളിലെയും താൽക്കാലിക വിസിമാരുടെ കാലാവധി മെയ് 28 അവസാനിച്ചിരുന്നു. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ഇരുവർക്കും തൽസ്ഥാനത്ത് തുടരാമെങ്കിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കോടതിയുടെ വിലക്കുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അറഫ സംഗമം. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മക്കയിലായിരുന്നു താമസം. ഇവർ ഏതാണ്ട് 7-8 കിലോമീറ്റർ അകലെയുള്ള മീനായിലേക്ക് ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിലാണ് ഇന്നലെ രാത്രി മുതൽ നീങ്ങി തുടങ്ങിയത്. ഇന്നലെ മുതൽ തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏതാനും തീർത്ഥാടകർ ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരും മീനായിലെ തമ്പുകളിൽ എത്തിച്ചേരും. ഇവിടെ ISF RSC പ്രവർത്തകർ തീർത്ഥാടകർക്കായി ഇവിടെ മുസല്ലയും മറ്റും സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം നന്നായി പല സംഘടനകൾക്ക് കീഴിലായിട്ട് തീർത്ഥാടകർക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മീനയിൽ താമസിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം. നാളെയാണ് അറഫ സംഗമം. ഈ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പ് ആയാണ് ഇന്നത്തെ യൗമു തർവിയ എന്നറിയപ്പെടുന്ന ഈ വിശ്രമത്തിൻ്റെ ദിവസം അറിയപ്പെടുന്നത്. ഇന്ന് മീനായിലെ തമ്പുകളിൽ തീർത്ഥാടകർ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും. ഇന്ന് രാത്രിയോടെ തന്നെ നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായി ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ നീങ്ങിത്തുടങ്ങും. മഷായർ ട്രെയിനിലും അതോടൊപ്പം തന്നെ ബസ്സുകളിലുമായാണ് തീർത്ഥാടകർ പോകുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അറഫ സംഗമം നടക്കുന്നത്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ തീർത്ഥാടകർ അറഫയിൽ കഴിയും. അതിനുശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. അറഫയിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകരുടെ താമസം. നാളെ മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കും തീർത്ഥാടകർ. നാളെ മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ ജംറകളിലെ കല്ലേർ കർമ്മത്തിനായി തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതാണ് തീർത്ഥാടകർക്ക് നിർവഹിക്കാനുള്ള കർമ്മം. അത് തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി തീർത്ഥാടകർ മീനായിൽ നിന്ന് മടങ്ങും. അതിനുശേഷം വിടവാങ്ങൽ തവാഫ്, മക്കയിൽ നിന്ന് മടങ്ങുമ്പോഴുള്ള വിടവാങ്ങൽ തവാഫ് മാത്രമാണ് തീർത്ഥാടകർക്ക് നിർവഹിക്കാൻ അവശേഷിക്കുന്ന കർമ്മം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്യും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. അപ്രതീക്ഷിതമായ തിരിച്ചടിയിലൂടെ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി വെള്ളത്തിനടിയിലൂടെയുള്ള ആക്രമണത്തിലൂടെ റഷ്യയിലെ പാലം തകർത്തിരിക്കുകയാണ് യുക്രൈൻ. ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കർച്ച് പാലമാണ് തകർന്നത്. ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചു. റഷ്യയിലെ 5 വ്യോമ കേന്ദ്രങ്ങൾക്കു നേരെ യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റഷ്യയിലെ പാലം തകർക്കപ്പെട്ടത്. വെള്ളത്തിനടിയിലൂടെയായിരുന്നു ആക്രമണം. റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച് പാലമാണ് തകർത്തത്. 1 ടണ്ണിലധികം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പാലം തകർത്തതെന്ന് യുക്രൈൻ സ്ഥിരീകരിച്ചു. 2022-ലും 2023-ലും പാലം ആക്രമിച്ചിരുന്നുവെന്നും ഇത്തവണ വെള്ളത്തിനടിയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂവെന്നും യുക്രൈൻ വ്യക്തമാക്കി. ആക്രമണം യുക്രൈൻ സുരക്ഷാ സേന SBU സ്ഥിരീകരിച്ചു. 2018-ൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുറന്നുകൊടുത്ത പാലമാണിത്.
യുക്രൈൻ്റേത് തീവ്രവാദ ആക്രമണമാണെന്ന് റഷ്യ ആരോപിച്ചു. തുർക്കിയിൽ നടന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി ദേശീയ വാർത്തകളിലേക്കാണ്. അയോധ്യയിൽ രാമക്ഷേത്ര സമർപ്പണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. സരയൂ നദിയിൽ നിന്നുള്ള ഘോഷയാത്രകളോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. സംസ്ഥാനത്തെ അഴിമതിരഹിതമാക്കുന്നതിന്റെ ഭാഗമായി കർശന നടപടിയുമായി ഉത്തരാഖണ്ഡ് സർക്കാർ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും കണ്ടെത്തിയ നിരവധി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി.ജെ.പി. വക്താവ് CR കേശവൻ. കോൺഗ്രസിന് പ്രീണന പാരമ്പര്യവും ദുർബലമായ നേതൃത്വവും എന്ന് വിമർശനം. അമൃത്സറിലെ സുവർണ ക്ഷേത്രം യുദ്ധരഹിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കോൺഗ്രസ് MP. കോൺഗ്രസ് ലോക്സഭാ MP ഗുർജീത് സിംഗ് ഔജ്ലയാണ് കത്തയച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ബി.ജെ.പി. നേതാവ് ഗൌരവ് വല്ലഭ്. സോഷ്യൽ മീഡിയ ട്രോളുകൾ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ അഭിമാനമാണെന്നും അതിനെ പരിഹസിക്കരുതെന്നും ഗൌരവ് വല്ലഭ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മേഘ്ന മുരളിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. മേഘ്ന, ഈ 2 ദിവസം ഒന്ന് മഴ മാറി നിന്നിരുന്നു, പക്ഷെ വീണ്ടും മഴ കനത്തു വരുന്നതായി കാണുന്നുണ്ട്. എന്താണ് ഇന്നത്തെ മുന്നറിയിപ്പുകൾ? എവിടെയെല്ലാമാണ് ജാഗ്രത പാലിക്കേണ്ട പ്രദേശങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. പൊതുവെ സംസ്ഥാനത്തുടനീളം ഒന്ന് കാലവർഷം മാറി നിൽക്കുകയാണ്. മഴ പൊതുവെ കുറവാണ്. പക്ഷേ വരും ദിവസങ്ങളിലും മഴ അതിശക്തമായി പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 9 ദിവസം ലഭിച്ച മഴയുടെ തീവ്രത അതൊന്ന് കുറയുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ കേരള തീരത്ത് കാലവർഷം എത്തിയിട്ട് 10 ദിവസങ്ങൾ കഴിയുകയാണ്. ആ 10 ദിവസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 8 ദിവസങ്ങളിൽ മഴ അതിതീവ്രമായിരുന്നു. അത് വടക്കൻ ജില്ലകളിലടക്കം അതിതീവ്ര മഴ ലഭിച്ചു. അതുപോലെ തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതിതീവ്ര മഴ ലഭിച്ചു. ആ മഴയുടെ അളവിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ഈ ജില്ലകളിൽ മഴ ലഭിക്കാമെന്നുള്ളതാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെ ജാഗ്രത പാലിക്കണം. ഇടവിട്ട് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഒരു ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പില്ല. അതുപോലെ തന്നെ വരുന്ന 7-ാം തീയതി വരെ ഒരു ജില്ലകളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല. പക്ഷേ ഇടവിട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുപോലെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. അതിൽ തീരദേശ മേഖലകൾ, വടക്കൻ ജില്ലകളൊക്കെയാണ് കൂടുതലും ജാഗ്രത പാലിക്കേണ്ടത്. കാരണം മഴ പൊടുന്നനെ പെയ്യാനുള്ള, അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതാ മേഖലകളായി കാണുന്നത് ഈ തീരദേശ മലയോര പ്രദേശങ്ങളാണ്, വടക്കൻ ജില്ലകളാണ്. ഈ കാലവർഷക്കാലത്ത് പൊതുവെ വടക്കൻ ജില്ലകളിൽ മഴ കൂടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. വരുന്ന 7-ാം തീയതി വരെ അതിതീവ്ര മഴ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ അത് കഴിഞ്ഞ് കാലവർഷം ശക്തമാകും. അത് ഈ ബംഗാൾ ഉൾക്കടലിലെ മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേർന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയിൽ ഇതുവരെ 40ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. അസമിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മഴക്കെടുതിയിൽ അസമിൽ മാത്രം 17 പേരാണ് മരിച്ചത്. അസമിലെ 22 ജില്ലകളെയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും സാരമായി ബാധിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വീണ്ടും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അസമിൽ നിന്നുള്ള മഴക്കെടുതിയുടെ വാർത്തകൾ എങ്ങനെയാണ്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ, ഒപ്പം തന്നെ മഴക്കെടുതികളും തുടരുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസമിലാണ് ഏറ്റവും രൂക്ഷമായ സാഹചര്യമുള്ളത്. അസമിൽ 22 ജില്ലകളും വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഈ അസമിൽ മാത്രം 17 മരണമാണ് ഈ മഴയെയും തുടർന്നുണ്ടായ അപകടങ്ങളെയും തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. പലയിടത്തും ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ സമാനമായ സാഹചര്യമാണ് സിക്കിമിലും ഉള്ളത്. സിക്കിമിലാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം ഇപ്പോഴും ഉള്ളത്. സിക്കിമിൽ കാണാതായ 6 സൈനികർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതിന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സൈന്യത്തിൻ്റെയും പ്രത്യേക സംഘമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ സിക്കിമിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് അടച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന നിരവധി വിനോദസഞ്ചാരികളുണ്ട്. അവരെ സുരക്ഷിതരാണ്. എന്നാൽ അവർക്ക് തുടർ യാത്ര സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ലാച്ചുങ് എന്നീ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ രണ്ടും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലും കടുത്ത മഴക്കെടുതികൾ തുടരുകയാണ്. 11 മരണങ്ങളാണ് അരുണാചൽ പ്രദേശിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന മഴയുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സമാനമായ സാഹചര്യം മിസോറാമിലും തുടരുന്നു. മിസോറാം, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് ശക്തമായ മഴ ഇനിയും തുടരും വരും ദിവസങ്ങളിലും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. നേരത്തെ ഇന്ന് വരെയായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിന്നിരുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ തുടരുകയാണ്. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഒപ്പം തന്നെ കേന്ദ്രം ഈ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെടുകയും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. ക്രിസ്റ്റീന, സ്മിത. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഈ മാസം 11 മാറ്റിയെന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സംഘം ബഹിരാകാശത്തേക്ക് പറന്നുയരുക. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ വീണ്ടും ബഹിരാകാശത്ത് എത്തുക. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. പറയൂ വിവരങ്ങൾ. അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണത്, അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിതയ്ക്ക് അറിയാമോ, ഈ ക്രിസ്റ്റീനയ്ക്ക് ഏറെ ആഗ്രഹമുള്ളതാണ് ബഹിരാകാശത്തേക്കൊന്ന് സഞ്ചരിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ഇന്ത്യക്കാരനിലൂടെ ഇത് നമുക്ക് സാധ്യമാവുകയാണ്. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിരിക്കും ജൂൺ 10 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നടക്കുക. 4 പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുവാനുള്ള ഈ തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരനായ ശുഭൻഷു ശുക്ലയായിരിക്കും അടുത്തയാഴ്ച നടക്കുന്ന ആക്സിയം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റും മിഷൻ കമാൻഡറുടെ സെക്കൻഡ് ഇൻ കമാൻഡറായിട്ടായിരിക്കും അദ്ദേഹം സേവനമനുഷ്ഠിക്കുക. ഈ പൈലറ്റിന്റെ പങ്ക് വളരെ നിർണായകമാണെന്നാണ് ബഹിരാകാശ വിദഗ്ധർ പറയുന്നത്. അതായത് വിക്ഷേപണം, ഡോക്കിംഗ്, അൺഡോക്കിംഗ്, അതുപോലെ ഈ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ്, ഇവയ്ക്കെല്ലാം ഈ ബഹിരാകാശ പേടക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ഈ പൈലറ്റിന്റെ ചുമതലയിലായിരിക്കും. അദ്ദേഹത്തെ കൂടാതെ 3 പേർ കൂടെ ഈ സംഘത്തിലുണ്ടായിരിക്കും. അതുപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരനും ശുഭൻഷു ശുക്ലയായിരിക്കും. ജൂൺ 10 പ്രാദേശിക സമയം 8:22 ആയിരിക്കും ഈ ദൗത്യം ആരംഭിക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതായത് ഇന്ത്യയിൽ അപ്പോൾ വൈകുന്നേരം 5:52 ആയിരിക്കും. സ്പേസ് എക്സും നാസയും സംയുക്തമായിട്ടാണ് ഈ സ്വകാര്യ ബഹിരാകാശ ദൗത്യം നടത്തുക. 1984 ബഹിരാകാശത്ത് 8 ദിവസം ചെലവഴിച്ച രാകേഷ് ശർമ്മയായിരുന്നു ആദ്യമായി ഒരു സ്പേസ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച ഇന്ത്യൻ പൗരൻ. അതേസമയം കൽപ്പന ചൗളയും സുനിത വില്യംസും ഉൾപ്പെടെ 7 ഇന്ത്യൻ വംശജർ ഇതുവരെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സ്മിത, ക്രിസ്റ്റീന. യെസ്, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഒരാഴ്ച കൂടിയുള്ളൂ, കഷ്ടിച്ചൊരാഴ്ച കൂടിയുള്ളൂ അഭിമാനകരമായ ആ ചരിത്ര ദൗത്യത്തിലേക്ക്. ജലം അമൂല്യമാണ്. അത്രത്തോളം അമൂല്യമായ മറ്റൊരു വസ്തു ഉണ്ടോ എന്നത് സംശയമാണ്. സ്വന്തമായി കിണറില്ലാത്തതിനാൽ കുടിവെള്ളം ശേഖരിക്കാൻ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു വ്യക്തിയുണ്ട് തൃശ്ശൂരിലെ കൊടകരയിൽ. സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്ന കൊടകരയിലെ ലവറന്തിയോസ് ആലപ്പാട്ട്. ഒന്നല്ല, 29 കിണറുകളാണ് ചുരുങ്ങിയ ഇടവേളകളിൽ കൊടകരക്കാരൻ ലവറന്തിയോസ് ആലപ്പാട്ട് നിർമ്മിച്ചു നൽകിയത്.
2 വർഷം മുൻപ് വേർപിരിഞ്ഞുപോയ അമ്മ പങ്കുവച്ച ആശയമായിരുന്നു നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ കിണർ. 4 നൂറ്റാണ്ടോളം പ്രവാസിയായിരുന്നു ലവറന്തിയോസ്. സൗദിയിൽ ജോലി ചെയ്തിരുന്ന ലവറന്തിയോസ് ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ വീടിനടുത്തുള്ള നിർധന വീട്ടമ്മ കിണർ കുഴിക്കാൻ സഹായം തേടിയെത്തി. സഹായം നൽകിയെങ്കിലും കിണർ നിർമ്മാണത്തിന് ആ തുക മതിയാകാത്തതിനാൽ പണി പൂർത്തിയായില്ല. ഇതറിഞ്ഞ് അമ്മ റോണിക്ക നിർദ്ദേശിച്ചതനുസരിച്ച് ആ കിണർ നിർമ്മിച്ചു നൽകി. ആ കുടുംബത്തിനുണ്ടായ സന്തോഷം കരുത്തായി. പിന്നീടിങ്ങോട്ട് നിരവധി കനിവിന്റെ കിണറുകൾ നമ്മൾ കുത്തി കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഞാൻ ഈ 2 വർഷം മുമ്പ് ഒരു കിണർ ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ ഇത്തിരി പ്രായമുള്ള ഒരു ചേച്ചി നിന്ന് കരയുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി കരയണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എത്ര വർഷമായി ഞങ്ങൾക്ക് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടന്നു എന്നറിയാം. പല വാതിലുകളും ഞങ്ങൾ മുട്ടിയതാണ്, ഞങ്ങൾക്ക് നടന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ എന്തോ ദൈവം കനിഞ്ഞു നൽകുകയാണ്. അപ്പോൾ മോൻ ചെയ്തെന്ന ഈ പ്രവൃത്തിക്ക് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നാണ് അവർ പറയുന്നത്. പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും നിർദ്ദേശിക്കുന്ന കുടുംബങ്ങൾക്കാണ് കിണർ നിർമ്മിച്ച് നൽകുന്നത്. എല്ലാം രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കതീതം. കൊടകര വട്ടേക്കാടുള്ള 2 കുടുംബങ്ങൾക്കായാണ് 29ാമത്തെ കിണർ പൂർത്തിയായത്. കുടിവെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് എനിക്കറിയാം ഒരുപാട്. കാരണം ഞാൻ ഈ പാറ പൊട്ടിക്കുന്ന സംഭവമായിട്ട് നടക്കുന്ന മേഖലയിൽ നടക്കുന്നതുകൊണ്ട് കുടിവെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് സ്വന്തം വീട്ടിലില്ലാണ്ടായപ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ വഴി കാണിച്ചു തന്ന ഈ ചേട്ടന്, ഞങ്ങളുടെ മെമ്പർ വന്ന് ഈ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ വളരെ പുണ്യകാരാണ്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ വെള്ളം കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെക്കാട്ടി സന്തോഷം വേറെ ഒന്നുമില്ല. കൊടകരയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിപ്പുകാരനായ ലവറന്തിയോസിന്റെ വരുമാനത്തിൽ ഒരു വിഹിതം വർഷം തോറും മാറ്റിവെച്ചാണ് കിണർ നിർമ്മാണം. മഴ കുറഞ്ഞാൽ കൂടുതൽ കിണറുകൾ നിർമ്മിച്ചു നൽകാനുള്ള ആലോചനയിലാണ് ലവറന്തിയോസ്. 24 തൃശൂർ. ശംഖുവിനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബിരിയാണി വേണം എന്ന് പറഞ്ഞ ശംഖു ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. ഇനി മുതൽ അങ്കണവാടിയിൽ മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ കിട്ടും. ഉപ്പുമാവിന് പകരം ബിർനാണി വേണമെന്ന് അമ്മയോട് പറയുന്ന വീഡിയോ വൈറലായതും മന്ത്രി ആന്റി ഇത് കണ്ടതും അംഗനവാടിയിലെ മെനു തന്നെ പരിഷ്കരിച്ചതും വലിയ വാർത്തയായി. 24ലൂടെ മന്ത്രി വീണ ജോർജിന് ശംഖു ഉമ്മയും നൽകി. വാർത്ത കണ്ടു, ശംഖു ഹാപ്പിയായി. മന്ത്രി ആന്റിക്കും 24കാർക്കും താങ്ക് യു. ശംഖു എന്ന 4 വയസ്സുകാരന്റെ നിഷ്കളങ്കമായ ആ ആവശ്യം ബിർനാണി, അത് കേരളം മുഴുവൻ ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു. ഇനി മുതൽ മുട്ട ബിരിയാണിയും പുലാവുമെല്ലാം അങ്കണവാടിയിൽ ശംഖുവിനും ശംഖുവിനെ പോലെയുള്ള ബിരിയാണി പ്രിയരായ കുട്ടികൾക്കും ലഭിക്കും. ശംഖുവിന്റെ വൈറലായ വീഡിയോ കണ്ട മന്ത്രി വീണ ജോർജ് ആ ആഗ്രഹം സാധിച്ചു നൽകുകയായിരുന്നു. പ്രൈം ടൈം വിത്ത് SKNൽ ആദ്യം മന്ത്രി വീണ ജോർജ് എത്തി ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷം പങ്കിട്ടു. ഒരു കുഞ്ഞ് ബിർനാണി മതി, ഉപ്പുമാവ് വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ ശംഖുവിനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ശംഖുവിന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, ഒരു ചക്കര ഉമ്മ കൊടുക്കാം. അതുപോലെ 24നും നന്ദി. പിന്നാലെ വീഡിയോ കോളിൽ ശംഖുവും എത്തി. ശംഖു എപ്പോഴും ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമെന്ന് അറിയാമോ? ബിരിയാണി തിന്ന് ക്ഷീണം വരും. ബിരിയാണിയുടെ കാര്യം അറിഞ്ഞോ ശംഖു? മന്ത്രി ആന്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. ശംഖു ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രി ആന്റി സമ്മതിച്ചിരിക്കുക. ശംഖുവിനും ശംഖുവിന് ഇഷ്ടപ്പെട്ടോ കാര്യം? ശംഖു ഹാപ്പിയാണോ? മന്ത്രി വീണ ജോർജ് ശംഖുവുമായി 24ലൂടെ സംസാരിച്ചു. സന്തോഷമായോ? അപ്പം ഞാനൊരു നന്ദി പറയട്ടെ. മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ. ശംഖുവിന്റെ ഉമ്മ മിനിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു മിനിസ്റ്റർ. വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണോ? ശംഖു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്കൂടെ തങ്ങളോട് തരുവോ? അപ്പൊ ശംഖുവിന് 24ന്റെ ഒരു ഉമ്മ കേട്ടോ. ശംഖുവിന്റെ ആവശ്യം വൈറലായതോടെ സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പൊതുവായ ഒരു മെനു ഏർപ്പെടുത്താമെന്ന തീരുമാനത്തിൽ എത്തിയത് നിസ്സാര കാര്യമല്ല. കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച മന്ത്രി ആന്റിയുടെ മനസ്സും ശംഖുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു കാണണം.
ന്യൂസ് ഡെസ്ക് 24. അത്രയും സന്തോഷം തരുന്നൊരു റിപ്പോർട്ട് അല്ലേ? മറ്റൊരു വാർത്തയിലേക്ക്. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി സുകാന്ത് സുരേഷുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രതി IB ഉദ്യോഗസ്ഥയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന തിരുവനന്തപുരത്താണ് ആദ്യം തെളിവെടുപ്പ് നടത്തുക. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധനയും ഉണ്ടാകും. മേഘ്ന മുരളിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിവരങ്ങൾ. കഴിഞ്ഞ മാർച്ച് 24-നാണ് ഈ IB ഉദ്യോഗസ്ഥയെ പേട്ട റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം വലിയ തരത്തിൽ അത് കുടുംബമടക്കം ആരോപണവുമായി രംഗത്തെത്തുന്നു. അതിൽ ഈ സുകാന്ത്, പ്രതിയായിട്ടുള്ള ഈ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള സുകാന്ത് ഒളിവിലായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കീഴടങ്ങുകയും ചെയ്യുന്നു. അതിലാണിപ്പോൾ ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താൻ പെട്ട പോലീസ് തയ്യാറാകുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. അതിൽ പ്രധാനമായും ഈ തെളിവെടുപ്പ് നടത്തുക. ഇതിൽ ഈ സുഹൃത്തും മരിച്ച യുവതിയുമായി തിരുവനന്തപുരത്തടക്കം താമസിച്ചിരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലത്തടക്കം, കൂടാതെ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന സ്ഥലത്തടക്കമായിരിക്കും തിരുവനന്തപുരത്തായിരിക്കും ആദ്യം തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷം എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ യുവതിയുമായി പ്രതി സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി സുകാന്ത് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ തന്നെ ഈ സുകാന്തിനെതിരെ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ, അതിപ്പോൾ ബലാത്സംഗ കുറ്റമടക്കമാണ് ഇപ്പോൾ സുകാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെലിഗ്രാം ചാറ്റുകളടക്കം പുറത്തു വന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം സുകാന്തിനെതിരെ ഗുരുതരമായി തന്നെയുണ്ട്. കൂടാതെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് സുകാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ തെളിവെടുപ്പുകളടക്കം ഉണ്ടാകും. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് ഈ പ്രതി താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, കൂടാതെ പ്രതി ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, യുവതിയുമായി പ്രതി പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് തെളിവെടുപ്പ് നടത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് ശേഷം വീണ്ടും പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും ഇപ്പോൾ പേട്ട പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഈ പ്രത്യേക പാർലമെന്റ് സെഷൻ അത് വിളിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം പ്രതിപക്ഷം അക്കാര്യത്തിൽ ഓരോ സമയത്തായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അത് തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഉണ്ടാകുമോ, അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകുമോ ഇന്ന്? സ്മിത, ക്രിസ്റ്റീന, ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ്. ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമ്മേളനം പാർലമെന്റിന്റെ വിളിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ്. ഇതിനായി സർക്കാർ കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ മുൻപ് പ്രത്യേക സമ്മേളനം വിളിച്ചതിന്റെ അജണ്ട അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ മാസം 16-ന് അങ്ങനെയെങ്കിൽ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. എങ്കിൽ പോലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെയാണ് 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികം ഈ മാസം 9-ന് ആഘോഷിക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ഏത് തരത്തിലുള്ള ആഘോഷ പരിപാടികൾ വേണം, ഒപ്പം തന്നെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രസ് കാർഡ് എല്ലാ മന്ത്രാലയങ്ങളുടേതുമായി പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ വരുന്ന 4 വർഷത്തെ ഭരണത്തിൻ്റെ അജണ്ട, ഏത് വിഷയങ്ങൾ ഊന്നിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ നിർദ്ദേശങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വയ്ക്കും. ഇതനുസരിച്ചായിരിക്കും വരുന്ന 4 വർഷം എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനം ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ 11ാം വാർഷികവുമാണ് ഈ ഒരു കാലയളവിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. വൈകിട്ട് 4:30-നാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.
ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീ ജെ മ്യൂങ് വിജയിച്ചു. ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയുടെ കിം മൂൺ സു ആയിരുന്നു മുഖ്യ എതിരാളി. കഴിഞ്ഞ ഡിസംബറിൽ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് യൂൻ സൂക് യോൾ ഇംപീച്ച് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് നടന്നത്. അമേരിക്കയുമായുള്ള സുരക്ഷാ സഖ്യം നിലനിർത്തുമ്പോൾ തന്നെ ചൈനയുമായും ഉത്തര കൊറിയയുമായും ഊഷ്മളമായ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ലീ ജെ മ്യൂങ്ങിന്റെ ഡെമോക്രാറ്റിക് പാർട്ടി. തെരഞ്ഞെടുപ്പിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് മുൻ പ്രസിഡന്റ് യൂൻ സൂക് യോൾ ആരോപിച്ചിരുന്നു. ഇന്ന് പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കും. 2030 ജൂൺ വരെയാണ് പുതിയ പ്രസിഡന്റിന്റെ കാലാവധി. പ്രധാന അറിയിപ്പുകൾ നോക്കാം. ആലപ്പുഴ മാവേലിക്കരയിൽ ജലശുദ്ധീകരണശാലയിൽ ഇന്ന് സൂപ്പർ ക്ലോറിനേഷൻ നടത്തും. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ജലവിതരണ പൈപ്പുകൾ തുറന്നുവിടുകയോ വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് ജല അതോറിറ്റി അറിയിച്ചു. കൊച്ചി കേരള മീഡിയ അക്കാദമി നടത്തുന്ന ഫോട്ടോ ജേർണലിസം കോഴ്സിൽ കൊച്ചി സെന്ററിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. രേഖകൾ സഹിതം രാവിലെ 11-ന് കാക്കനാട്ടെ അക്കാദമി ആസ്ഥാന മന്ദിരത്തിൽ എത്തണമെന്ന് അറിയിപ്പ്. കോഴിക്കോട് നരിക്കുനി സെക്ഷനിൽ നരിക്കുനി ടൗൺ, BSNL, ലുലു എന്നിവിടങ്ങളിൽ നിന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. മലപ്പുറം എടയൂർ പഞ്ചായത്ത് സാന്ത്വനം പരിരക്ഷ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പാലിയേറ്റീവ് നഴ്സിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഇന്ന് അഭിമുഖം. രാവിലെ 11 മണിക്ക് എടയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് അഭിമുഖം നടക്കുന്നത്. ആലപ്പുഴ ചേർത്തല IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിലെ ഓഫീസ് അസിസ്റ്റന്റ് താൽക്കാലിക ഒഴിവിലേക്ക് ഇന്ന് അഭിമുഖം. 10 മണിക്ക് കോളേജ് ഓഫീസിലാണ് അഭിമുഖം. പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. ചെയർമാൻ ഗിരിധറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജലനിരപ്പ് 130 അടി പിന്നിട്ട സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സമിതി വിലയിരുത്തി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ ഒരു സമിതി അവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സൂചനകളുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ എന്നതിനെക്കുറിച്ച്? കൃഷ്ണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലവർഷാരംഭത്തിൽ നടത്തുന്ന സ്വാഭാവിക പരിശോധന മാത്രമാണ്, സാധാരണ പരിശോധന മാത്രമാണ് നടത്തിയതെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരിക്കുന്നത്. ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 130 അടി പിന്നിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഈ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. അത് വിലയിരുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്പിൽവേയിലെ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഷട്ടർ ഉയർത്തിയുള്ള പരിശോധനയിൽ നടത്തിയത്. പരിശോധനയുടെ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് നൽകുകയും ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തമിഴ്നാടിന്റെ പ്രതിനിധികളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. രാഹുൽ, അവിടെ ഇപ്പോൾ മഴ എങ്ങനെയുണ്ട്? സാധാരണ ഇത്രയും ഈ ഉയരത്തിലേക്ക് ജലനിരപ്പ് വരുമ്പോൾ അവിടെ എന്താ പറയുക, വൃഷ്ടി പ്രദേശങ്ങളിലും മഴ വല്ലാതെ ഉണ്ടെങ്കിൽ വീണ്ടും വെള്ളം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. സ്മിത, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായി പെയ്തിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് മഴ തീരെയില്ല. നല്ല വെയിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട് അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായി ജൂൺ 1 മുതൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്കിനേക്കാൾ കൂടുതൽ വെള്ളം നിലവിൽ അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ജലനിരപ്പ് ഇനി കൂടുതൽ ഉയരാൻ സാധ്യതയില്ല. മഴ കനത്താൽ മാത്രമേ 130 അടിയിൽ നിന്ന് ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ജലനിരപ്പിൽ നേരിയൊരു കുറവുണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുകയായിരുന്നു രാഹുൽ വിജയൻ. നടിയുടെ പരാതിയിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചമ്മണ്ണൂർ സ്ഥിരമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നയാളെന്ന കുറ്റപത്രത്തിൽ. ഫോൺ രേഖകൾ, അഭിമുഖങ്ങളുടെ വിവരങ്ങൾ, സാക്ഷിമൊഴി കുറ്റപത്രത്തിൽ നിർണായകമാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഷീന, ഈ വർഷം ജനുവരി 7-ാം തീയതിയാണ് നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ അദ്ദേഹം 5 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരുന്നു നടിയുടെ പരാതി. ആ പരാതിയിന്മേൽ സൈബർ പോലീസും അതോടൊപ്പം സെൻട്രൽ പോലീസും സ്വീകരിച്ച അസാധാരണമായ അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ വേഗം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കേസെടുത്ത് പിന്നാലെ തന്നെ വയനാട് നിന്ന് പിടികൂടിയതൊക്കെ നമുക്ക് മുൻപിലുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 300-ലധികം പേജുള്ള കുറ്റപത്രമാണ് എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ നടിയെ ഇയാൾ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെയാണ്. ഒപ്പം ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ യഥാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ആളാണെന്ന് അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ സ്ഥിരീകരിക്കുന്ന രേഖകൾ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ഈ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിചാരണ നടപടികൾ വേഗത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി. വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന വിവരമാണ് വരുന്നത്. വിഷ്ണു, ഈ മൊഴികൾ ഏറെ പ്രധാനമാണ്. നമ്മൾ അന്ന് അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ കണ്ടതാണ്, ഒരുപാട് പേർ ഇദ്ദേഹത്തിന് പിന്തുണയുമായി വന്നിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ സാക്ഷിമൊഴികളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സാക്ഷികളെല്ലാം ഒരേ ഇതിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? പിന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ അത് ഏത് രീതിയിലായിരുന്നു ശേഖരിച്ചത്? അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കുറ്റപത്രം എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. രാവിലെയുണ്ടായ വാഹനാപകടത്തിന്റെ വാർത്തയിലേക്കാണ്. അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരുക്ക്. 2 പേരുടെ നില ഗുരുതരമാണ്. ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു. വിവരങ്ങളുമായി എ വി ജയശങ്കറാണ് വീണ്ടും ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഏറ്റവും പുതിയ വിവരം എന്താണ്? അതായത് ക്രിസ്റ്റീന, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. അത്രമാത്രം വേഗത്തിലാണ് ഈ കാറ് ഈ ലോറിക്ക് മുന്നിൽ വന്ന് ഇടിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കാരണം അത്രമാത്രം വേഗത്തിലാണ് ഈ കാറ് വന്ന് ഇടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ അപകടാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ തുടരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്നത്. വിഷ്ണു, ആദർശ് എന്നിവരുടെ പരിക്കാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് 2 പേർക്ക് പരിക്കുണ്ട്. പക്ഷെ അത് സുബിൻ, വിഷ്ണു എന്നിവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. എന്തായാലും ഈ ലോറി ഡ്രൈവർക്ക് മറ്റു തരത്തിലുള്ള പരിക്കില്ല. എന്തായാലും കാർ അമിത വേഗതയിൽ ദിശ തെറ്റിച്ചു വന്ന് ഈ ലോറിയിൽ ഇടിച്ചതാണ് അപകട കാരണം എന്നാണ് ഫയർഫോഴ്സ് ഒക്കെ എന്തായാലും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. ഭീകരമായ വലിയൊരു കൂട്ടിയിടി തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ജയശങ്കർ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാറിന്റെ ദൃശ്യം കണ്ടാലും അല്ലാതെ നമുക്ക് ഭയം തോന്നുന്നു. അത്രയും സ്പീഡിലാണ് ഈ കാറ് വന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വല്ലാതെ ഭയം തോന്നുന്നു. അതായത് കാറ് അമിത വേഗതയിലെത്തി ഈ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാറ് ദിശ തെറ്റിച്ചെത്തി എന്നാണ് ഫയർഫോഴ്സും മറ്റും പറയുന്നത്. അങ്ങനെ കാറിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സും മറ്റും എന്തായാലും വ്യക്തമാക്കുന്നത്. വലിയൊരു അപകടമായിരുന്നു. വലിയൊരു ഇടി അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാറിനുൾപ്പെടെ വലിയ പ്രശ്നം സംഭവിക്കുകയും ഈ ലോറി മറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ലോറിയൊക്കെ വളരെയധികം ഭാരമുള്ള വലിയ വണ്ടിയാണ്. ആ ലോറി ഉൾപ്പെടെ മറിയണമെങ്കിൽ അത്രമാത്രം വേഗതയിൽ കാർ വന്നിടിച്ചിട്ടുണ്ട്. എന്തായാലും 2 പേരുടെ നില ഗുരുതരമാണ്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, എ വി ജയശങ്കറാണ് ഈ വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്. ആം ആദ്മി നേതാക്കൾക്ക് വീണ്ടും കുരുക്ക്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിൻ എന്നിവർക്ക് ആന്റി കറപ്ഷൻ ബ്യൂറോ സമൻസ് അയച്ചു. സ്കൂൾ ക്ലാസ് മുറി നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് സമൻസ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ഈ സ്കൂൾ ക്ലാസ് മുറി നിർമ്മാണവുമായിട്ട് ഏത് രീതിയിലുള്ള അഴിമതി നടത്തി എന്നാണ് കണ്ടെത്തൽ? വിവരങ്ങൾ പറയൂ. അടിക്കടി ഇങ്ങനെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ ആം ആദ്മി പാർട്ടി? സ്മിത, ക്രിസ്റ്റീന, ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് സ്കൂൾ മുറികൾ നിർമ്മിച്ചതിൽ അഴിമതി നടന്നുവെന്ന് ആരോപിച്ചാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഏപ്രിൽ 30 ഈ സംഭവത്തിൽ അഴിമതി കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തത്.
ഡൽഹിയിലെ 12,748 ക്ലാസ് മുറികൾ നിർമ്മിച്ചതിൽ 2,000 കോടി രൂപയോളം അഴിമതിയുണ്ടായി എന്നാണ് ഈ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഈ കരാർ നൽകിയത് 34 കമ്പനികളിലും ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുള്ളവയാണ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആയിരുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മന്ത്രി സത്യേന്ദ്ര ജെയിൻ എന്നിവർക്ക് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നതിനായി സമൻസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 6-നാണ് സത്യേന്ദ്ര ജെയിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനീഷ് സിസോദിയയോട് 9-ന് ഹാജരാകാനും ആവശ്യപ്പെട്ടാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന പ്രതികരണം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.